Hi everyone, welcome to another video of Learn to Study. ഞാൻ റഫീക്ക സേറ്റി. ഇന്നത്തെ വീഡിയോയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ അണ്ടറിലുള്ള തേർഡ് സെമസ്റ്റർ BCom BBAൻ്റെ ഒരു കോമൺ പേപ്പർ ആയിട്ടുള്ള പ്രൊഫഷണൽ ബിസിനസ് സ്കില്ലിലെ ഫസ്റ്റ് മോഡ്യൂളിലെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പ്രൊഫഷണലിസം ഇൻ കമ്മ്യൂണിക്കേഷൻ നെക്സ്റ്റ് ടോപ്പിക്കാണ്. പ്രൊഫഷണലിസം ഇൻ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രൊഫഷണലിസം ഇൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദി ടേം പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ റെഫേഴ്സ് ടു ദി വേരിയസ് ഫോംസ് ഓഫ് സ്പീക്കിംഗ്, ലിസണിംഗ്, റൈറ്റിംഗ് ആൻഡ് റെസ്പോണ്ടിങ് carried out both in and beyond the workplace, whether in person or electronically. അതായത് ഒരു പ്രൊഫഷണൽ, ഒരു പേഴ്സൺ, അയാൾ ഒന്നെങ്കിൽ പേഴ്സണലി ഇപ്പോൾ ഓറലായിട്ട് അല്ലെങ്കിൽ ഇലക്ട്രോണിക് സഹായത്തിൻ്റെ കൂടെ ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയൊക്കെ സഹായത്തോട് കൂടിയിട്ട് ഇപ്പോൾ ഒരു കമ്പനിക്ക് അകത്തും ഇൻ ആൻഡ് ബിയോണ്ട് ദി വർക്ക് പ്ലേസ് ആണ്. അപ്പോൾ കമ്പനീൻ്റെ അകത്തും കമ്പനിക്ക് പുറത്തും അയാൾ എങ്ങനെയാണ് അയാളുടെ വേരിയസ് ഫോംസ് ഓഫ് സ്പീക്കിംഗ്, അയാളുടെ സ്പീക്കിങ്ങിൻ്റെ രീതി, ലിസണിങ്ങിൻ്റെ രീതി, റൈറ്റിങ്ങിൻ്റെ രീതി, അതേപോലെ തന്നെ റെസ്പോണ്ട് ചെയ്യുന്ന രീതി, റെസ്പോണ്ടിങ് എങ്ങനെയാണ് ക്യാരിഡ് ഔട്ട് ചെയ്യണത് എന്നുള്ളതാണ് പ്രൊഫഷണലിസം ഇൻ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദി ടേം പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പ്രൊഫഷണലിസം ഇൻ കമ്മ്യൂണിക്കേഷൻ റെഫേഴ്സ് ടു ദി വേരിയസ് ഫോംസ് ഓഫ് സ്പീക്കിംഗ് ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് ഫോമിൽ പല രീതിയിൽ നമുക്ക് സ്പീക്ക് ചെയ്യാം, പല രീതിയിൽ നമുക്ക് ലിസൺ ചെയ്യാം, പല രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. അത് ആൻഡ് റെസ്പോണ്ടിങ് ക്യാരിഡ് ഔട്ട് ബോത്ത് ഇൻ ആൻഡ് ബിയോണ്ട് ദി വർക്ക് പ്ലേസ്. അപ്പോൾ വർക്ക് പ്ലേസിലും വർക്ക് പ്ലേസിന് പുറത്തും ഇതെല്ലാം എങ്ങനെ ചെയ്യണു എന്നുള്ളതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്രൊഫഷണലിസം ഇൻ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ട് രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനാണ് വരുന്നത്. ഒന്ന് വേർബൽ കമ്മ്യൂണിക്കേഷനും രണ്ടാമത്തേത് റിട്ടൺ കമ്മ്യൂണിക്കേഷനും. വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറൽ കമ്മ്യൂണിക്കേഷനാണ്, വെറിൻ ദി മെസ്സേജ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ദി സ്പോക്കൺ വേർഡ്സ്. അപ്പോൾ സംസാരത്തിലൂടെ നമുക്ക് എന്ത് മെസ്സേജാണോ പാസ് ചെയ്യേണ്ടത് ആ മെസ്സേജ് സംസാരത്തിലൂടെ നൽകുക, അല്ലെങ്കിൽ ഓറൽ കമ്മ്യൂണിക്കേഷനാണ് എന്തെന്ന് പറയുന്നത് വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ലെക്ചറിങ് ഒരു വേർബൽ കമ്മ്യൂണിക്കേഷനാണ്, നമ്മൾ ഒരാളോട് നേരിട്ട് സംസാരിക്കുന്നതൊക്കെ എന്താണ്, വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ, ഹിയർ ദി സെൻഡർ ഗിവ്സ് വേർഡ്സ് ടു ഹിസ് ഫീലിംഗ്സ്, thoughts, ideas and opinions and expresses them in the form of speech, discussion, presentation and conversations. അപ്പം ഇവിടെ ഒരു സെൻറ്ററിന് ഇപ്പോൾ രണ്ടുപേര് തമ്മിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി അയാളാണ് സെൻറ്റർ എന്ന് പറയുന്നത്. മെസ്സേജ് ആരാണോ പാസ് ചെയ്യുന്നത് അയാൾ. അപ്പോൾ അവർ വേർഡ്സ്, അയാളുടെ ഫീലിങ്സ് അല്ലെങ്കിൽ അയാളുടെ തോട്ട്, അയാളുടെ ഐഡിയ, അയാളുടെ ഒപ്പീനിയൻ, അപ്പോൾ എക്സ്പ്രസ് ചെയ്യുന്നത് എന്താണ്, വേർഡ്സിലൂടെയാണ്. അപ്പോൾ വേർഡ്സിലൂടെ അത് എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ്, ഇൻ ദി ഫോം ഓഫ് സ്പീച്ചസ്, നമ്മൾ സ്പീച്ച് ചെയ്യുക, നമ്മൾ പ്രസംഗിക്കുക, അല്ലെങ്കിൽ ഡിസ്കഷൻ നടത്തുക, പ്രസൻറ്റേഷൻ, നമ്മൾ സ്ലൈഡ് പ്രസൻറ്റേഷനോ അങ്ങനെയൊക്കെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ കോൺവെർസേഷൻ, സംഭാഷണം നടത്തുന്നതിലൂടെ ഒരാളുടെ ഫീലിങ്സ്, തോട്ട്സ്, ഐഡിയാസ്, ഒപ്പീനിയൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതിനെ ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്നും കൂടെ പറയുന്നുണ്ട്. സ്പോക്കൺ വേർഡ്സ് ആയിട്ടാണ് നമ്മളത് വേർബൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. ഓക്കെ, ഇനി വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ. വെർബൽ കമ്മ്യൂണിക്കേഷനിൽ ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. നേരിട്ട് നമ്മൾ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുക, അതുപോലെ തന്നെ മീറ്റിംഗ്, പ്രസൻറ്റേഷൻസ്, അതുപോലെ ഫോക്കസ് ഓൺ ദി ടോൺ ഓഫ് വോയിസ്. ഇപ്പം നമ്മളുടെ വോയിസിൻ്റെ ടോണിനനുസരിച്ചിട്ടൊക്കെ, ബോഡി ലാംഗ്വേജിനനുസരിച്ചിട്ട്, അതേപോലെ തന്നെ നമ്മളുടെ മറ്റ് എക്സ്പ്രഷനൊക്കെ അനുസരിച്ചിട്ട് നമ്മളുടെ സംസാരത്തിൻ്റെ ശൈലിയിലും അല്ലെങ്കിൽ നമ്മളത് അവതരിപ്പിക്കുന്ന രീതിയിൽ വ്യത്യാസം വരും. അതാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ കീ സ്കിൽസ് ഇൻക്ലൂഡ്. അപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സ്കിൽസ് ആണ്. ദാറ്റ് ഈസ് ഒന്ന് ആക്റ്റീവ് ലിസണിങ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന പേഴ്സൺ എന്ന് പറയുന്നത് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും, ലിസൺ ചെയ്തുകൊണ്ടിരിക്കും, ആക്റ്റീവ് ടു ലിസണിങ് ആയിരിക്കും. അതായത് ലിസണിങ് ടു അണ്ടർസ്റ്റാൻഡ്, നോട്ട് ജസ്റ്റ് ടു റിപ്ലൈ. അപ്പം നമുക്ക് അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താണ്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം മനസ്സിലാക്കിയിട്ട് നല്ല മറുപടി കൊടുക്കാനായിട്ട് സാധിക്കും. ദെൻ ക്ലിയർ ആർട്ടിക്കുലേഷൻ ആണ് നെക്സ്റ്റ് പറയുന്നത്. അടുത്തത് അയാളുടെ ബോഡി ലാംഗ്വേജ് ആണ്. ദെൻ പെർസുവേഷൻ ആൻഡ് നെഗോസിയേഷൻ ആണ് നെക്സ്റ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആണ്. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഒരു ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയാം നമുക്ക്. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഇൻ ബിസിനസ് ഷുഡ് ബി ക്ലിയർ, കൺസിസ്റ്റൻറ്റ് ആൻഡ് ഫ്രീ ഓഫ് എറേഴ്സ്. അപ്പോൾ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആയിരിക്കണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, തെറ്റുകളിൽ നിന്ന് ഫ്രീ ആയിരിക്കണം. അപ്പോൾ തെറ്റൊന്നും സംഭവിക്കാത്ത രീതിയിലായിരിക്കണം. അപ്പോൾ റിട്ടൺ കമ്മ്യൂണിക്കേഷനിലുള്ള എക്സാമ്പിൾസ് ആണ്
കീ ഫോംസ്, അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഫോംസ് മെത്തേഡ്സ് ആണ്. ഒന്ന് ഇമെയിൽസ്. അപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ് ഇമെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇമെയിൽസ് ഷുഡ് ഹാവ് എ ക്ലിയർ സബ്ജക്ട് ലൈൻ, be polite and direct, and conclude with a call to action if needed. Okay, then next reports and memos ആണ്. റിപ്പോർട്ട്സും മെമ്മോസും ഒക്കെ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ റിപ്പോർട്ട് അയച്ചിട്ടും മെമ്മോ അയച്ചിട്ടും ഒക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ദെൻ നെക്സ്റ്റ് ബിസിനസ് ലെറ്റേഴ്സ്. ഇപ്പോൾ ബിസിനസ് എൻ്റർപ്രൈസസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയിൽ നിന്ന് മറ്റു കമ്പനിക്ക് ബിസിനസ് ലെറ്റേഴ്സ് അയക്കും. ദാറ്റ് ഈസ് ദീസ് ആർ മോർ ഫോർമൽ ആണ്. ഓഫൻ യൂസ്ഡ് ഫോർ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ. ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ആർക്കൊക്കെയാണ് കൊടുക്കുക? വിത്ത് ക്ലയൻസിന്, സ്റ്റേക്ക് ഹോൾഡേഴ്സിന്, പാർട്ട്നേഴ്സിനൊക്കെ നമ്മൾ ബിസിനസ് ലെറ്റേഴ്സ് ആണ് അയച്ചു കൊടുക്കുന്നത്. ദെൻ നെക്സ്റ്റ് പ്രസൻറ്റേഷൻ ആണ്. പ്രസൻറ്റേഷൻ റിട്ടൺ സ്ലൈഡ്സ് ഷുഡ് ബി ഫോക്കസ് ഓൺ കീ പോയിന്റ്സ് വിത്ത് മിനിമൽ ടെക്സ്റ്റ് ആസ് ദി പ്രസൻറ്റർ വിൽ എലാബറേറ്റ് വെർബലി. അപ്പോൾ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ PPT പ്രസൻറ്റേഷൻ, പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ആണ്. സ്ലൈഡൊക്കെ തയ്യാറാക്കിയിട്ട് പ്രസൻറ്റ് ചെയ്യുക. പക്ഷെ അവിടെ റിട്ടണും ഉണ്ട്, അതോടൊപ്പം തന്നെ ഓറലും ഉണ്ട്. കാരണം നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണ്, നമ്മൾ സംസാരത്തിലൂടെയാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ written communication comes in handy and helps overcome the shortcomings of oral communication in the following ways. ഏതൊക്കെ വേയിലാണ് ഷോർട്ട് കമ്മിങ്സ്, ഓറൽ കമ്മ്യൂണിക്കേഷൻ്റെ ഷോർട്ട് കമ്മിങ്സ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യുന്നത്, അതില്ലാതാക്കുന്നത്? ഒന്ന്, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഹാസ് എ വൈഡർ റീച്ച് ദാൻ ഓറൽ കമ്മ്യൂണിക്കേഷൻ. ഓറൽ കമ്മ്യൂണിക്കേഷനിലേക്കാളും കൂടുതൽ റിട്ടൺ കമ്മ്യൂണിക്കേഷന് വൈഡർ റീച്ച് ഉണ്ട്. ദെൻ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ്. റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി കെയർഫുള്ളി പ്ലാൻഡ്. നല്ല രീതിയിൽ കെയർഫുൾ ആയിട്ട് പ്ലാൻ ചെയ്യണം. അപ്പോൾ തന്നെ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി റീപ്രൊഡ്യൂസ്ഡ്. നമുക്ക് എക്സാക്റ്റ് ആയിട്ട് അത് റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ദ നെക്സ്റ്റ്, അതോറിറ്റി ഈസ് ബെറ്റർ അസേർട്ടഡ് ഇൻ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. അതായത് റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ അധികാരം, ദാറ്റ് ഈസ് അതോറിറ്റി, നന്നായിട്ട് ഉറപ്പിച്ചിരിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ റിട്ടൺ കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ ഓറൽ കമ്മ്യൂണിക്കേഷൻ്റെയും കഴിവുകൾ നമ്മൾ സംയോജിപ്പിക്കുന്നത് എഫിഷ്യൻ്റ് വർക്ക് എൻവയോൺമെൻറ്റിനും, അതായത് കൂടുതൽ കാര്യക്ഷമമായ തൊഴിൽ അന്തരീക്ഷത്തിലേക്കും കൊളീഗ്സായിട്ട് അല്ലെങ്കിൽ ക്ലയൻറ്റുകളായിട്ടും നല്ല മികച്ച ഒരു ബെറ്റർ റിലേഷൻഷിപ്പിലേക്കും, അതേപോലെ തന്നെ ലാസ്റ്റ്ലി നമുക്ക് നമ്മളുടെ പ്രൊഫഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിനും ഈ രണ്ട് കോമ്പിനേഷനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രൊഫഷണലിസം ഇൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.